ഹായ് ഫ്രണ്ട്സ്, സ്വന്തമായൊരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാനുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഡുവൽ ജെ ഓൺലൈൻ സ്റ്റോറിന് വേണ്ടി ഒരു ഫോണും അതുപോലെ പുതിയൊരു സിമ്മും എടുക്കുകയാണ് ഇന്നത്തെ പരിപാടി. സിം എടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് പോയത്. അവിടുന്ന് നമ്മൾ സിം കാർഡ് എടുത്തു. ഇനി ഫോൺ എടുക്കാനായിട്ട് പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ട മൈജിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ സ്റ്റോറിന് വേണ്ടി മാത്രമായിട്ട് പുതിയൊരു നമ്പരും അതുപോലെ ഫോണും കാര്യങ്ങളൊക്കെ വേണം. കാര്യം വാട്സപ്പിലൊക്കെ നിങ്ങളുമായിട്ട് മെസ്സേജൊക്കെ അയക്കേണ്ടതല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ഫോണും സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയുള്ള ഫോണാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട മൈജിയിലേക്ക് എത്തി. അവിടെ ചെന്ന് ഞങ്ങൾ കുറേ ഫോൺസ് ചെക്ക് ചെയ്ത് നോക്കി, ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ സഹായത്തോടെ ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് നമ്മുടെ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് സാംസങ്ങിൻ്റെ ഫോണാണെന്നാണ് പറഞ്ഞത്. സാംസങ് ഗാലക്സി F70 ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫോൺ. അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെ ആണെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ആ ഫോൺ തന്നെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ മൈജിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം മുതൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ ഫോണിലാണ്. അപ്പം ക്ലാരിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നമ്മുടെ പത്തനംതിട്ട ടൗൺ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പത്തനംതിട്ട ടൗൺ. നൈറ്റ് ആയതുകൊണ്ടും പിന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സിറ്റി കാണാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ.